ശേ, ഉറക്കം വരുന്നില്ല കോപ്പ്. ഇതിവിടെ പോയി റൂമിലൊന്നുമില്ലല്ലോ. ബാൽക്കണിയിൽ എന്തൊരു സൗണ്ട്. കാശി, നീ എന്താ ചെയ്യുന്നത്? നീ കാണുന്നില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്? കുടിക്കുന്നു. അതാ ഞാൻ ചോദിച്ചത്, എന്തിനാ നീ കുടിക്കുന്നതെന്ന്. സാധാരണ എല്ലാരും എന്തിനാ കുടിക്കുന്നത്? കാശി, എന്താടാ നിനക്ക് വേണോ? എനിക്കും വേണ്ട, നീയും കുടിക്കണ്ട. നീ ഒന്ന് പോയ ബിബി, ഞാൻ ഒന്ന് സമാധാനത്തിൽ ഇരിക്കട്ടെ. എന്താ നീ കാണിച്ചത്? എന്താ കുപ്പി താഴെയിട്ടപ്പോ നിനക്ക് ദേഷ്യം വന്നോ? നിനക്കെന്താ തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലണമെങ്കിൽ തല്ലിക്കോടാ. കോപ്പെ, നിനക്കറിയാം എനിക്ക് നിന്നെ തല്ലാൻ കഴിയില്ലെന്ന്. പിന്നെന്തിനാ ഈ ഷോ? ഷോയൊന്നുമല്ല, റൂമിൽ കടന്നിട്ടൊരു സമാധാനം വരുന്നില്ല. അതാ ഞാൻ നിന്റെ അടുത്തോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴും നീ കുടിച്ച് കൂത്തടുന്നു. അതവിടെ മൈ. എന്റെ ജീവിതമല്ലേ, അത് ഞാനങ്ങ് നോക്കിക്കോളാം. നീ ഒന്ന് പോയേ. കാശി, സോറിടാ, സോറി. നീ കൂടി ഒന്ന് നിർത്തണം. വൈകിട എനിക്ക് തന്നെ ഇങ്ങനെ കാണാം. ഞാനതൊരു തമാശക്ക് പറഞ്ഞതല്ലേടാ. നീ അതങ്ങ് വീട്ട്. ഇങ്ങോട്ട് പറയാതെ ഞാൻ വിഷയം വിട്ടടാ. നീ ചെന്ന് പോയി കിടന്ന് പോ. ഇല്ല, ഞാൻ പോകുന്നില്ല. ഞാൻ നിന്റെ കൂടെ കിടക്കുന്നത്. എനിക്ക് നിന്റെ കൂടെ കിടന്നാ മതി. എന്നാ നീ പോയി കിടന്നു. ഇല്ല, നീ വരുന്നില്ലടാ. ഞാൻ വരാടാ. അതിനു മുമ്പ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇത് വല്ല ഇനി രാവിലെ എണീറ്റ് അമ്മ കണ്ടോ പ്രശ്നം. എടാ കാശി, ഞാനും കൂടെ അല്ലേ ഇവിടെ വൃത്തിയിടാക്കിയത്. ഞാനും കൂടെ. കാശി, ഉറങ്ങില്ലേ? ഇല്ല. അതെന്താ? ഉറക്കം വരുന്നില്ല. എടാ, നീ മിഥുനോട് ദേഷ്യപ്പെടല്ലേ. അവളൊരു പാവല്ലേടാ. അവളൊന്നും ചെയ്തില്ലല്ലോ. എന്നാ നീ കിടന്നു. എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേടാ, ഇവിടെ എന്റെ ഡ്രസ്സൊക്കെ ഇവിടെ. ഡേ അന്നാമേ, എണീക്കേ. അന്നാമേ, അന്നാമേ. ഓ എന്താടി, ഒന്ന് ഉറങ്ങാൻ വിടുന്ന. എനിക്ക് ലീവാ. ഓ അതെനിക്കറിയില്ലേ. എന്റെ ഡ്രസ്സ് ഇവിടെ. ശിവള ഉറങ്ങിയ. അന്നാമേ, ഡി എന്താ പറ. എന്റെ ഡ്രസ്സൊക്കെ എവിടെ? അത് അവിടെ ഒടുങ്ങി കാണും. നീ പോയി നോക്ക്. അവിടെ കാണാത്തോണ്ടല്ലേ നിന്നോട് ചോദിച്ചേ. അവിടെ ഇല്ലേ, പിന്നെ എവിടെ പോകാനാ? ഞാൻ എടുത്തിട്ടൊന്നുമില്ല നിന്റെ ഡ്രസ്സ്. പിന്നെ എന്റെ ഡ്രസ്സൊക്കെ എവിടെ പോയി? ആർക്കറിയാം. ആളെടുക്കണ്ടോ, നീ പോയി നോക്ക്. ഞാൻ ഓർമ്മ. ഗുഡ് നൈറ്റ്. ഓ ഇങ്ങനെ ഒന്ന് എണീക്കടി. വെള്ളം കോരി വയ്ക്കും, ഞാൻ പറഞ്ഞേക്കാം. എന്തൊരു കഷ്ട നിന്നെ കൊണ്ട്. എന്ത് നിനക്ക്? ഡ്രസ്സ് എവിടെന്റെ? ഡ്രസ്സ് ഞാൻ അലക്കിയിട്ട് ഉണങ്ങിയില്ല. എന്ത്? എല്ലാ ഡ്രസ്സും എടുത്ത് അലക്കിയിട്ടാ? എല്ലായിടത്തും അലക്കി. നിനക്ക് വട്ടല്ലമ്മേ. ഇത് ആശുപത്രി കൊണ്ട് കാണിക്കും. ഞാനിപ്പോ എന്തെടുത്തിട്ട് പോവല്ലേ കർത്താവേ.
തൽക്കാലം നീ എന്റെ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് പോയിക്കോ. പിന്നെ നിന്റെ ഡ്രസ്സ് പട്ടി എടുത്ത് ഡ്രസ്സ് എടുത്തിട്ട് വേണ്ട ഞാൻ പോവാൻ. അതിന് നല്ല വല്ല പറയുന്നില്ല ഞാനത്. എന്റെ ഡ്രസ്സിനെ കുറ്റം പറയുന്ന നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ കുറ്റാണോ? ഓ, നീ ഇങ്ങനെ മോണാക്ട് കളിക്കാതെ. എന്റെ സമയം പോന്നു. ഞാനിപ്പോ എന്തെടുത്ത് കൊടുക്കൂ? നിന്റെ സാരിയില്ലേ, അതെടുത്ത് കൊടുക്ക്. അത് കാണാൻ വെച്ചേക്കുന്നതാണോ? സാരിയോ? അത് കൊടുത്തിട്ടാണ് ഞാൻ ഓഫീസിൽ പോണ്ടേ? ഷോ, ഇതെന്തൊരു കഷ്ടം നോക്കണേ. എന്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അതും പറ്റില്ല, എന്നാ സാരി എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അതും പറ്റൂല. എന്നാ നീ ഞാൻ അന്യ ഡ്രസ്സ് എടുത്തിട്ട് ഇട്ടിട്ട് പോ. അല്ല പിന്നെ ഞാൻ ഇറങ്ങുവാ. എന്താന്ന് വെച്ചാൽ കാണിക്കും. ഓ, എന്താക്കിപ്പം? സാരി എന്തി സാരി അടുത്തെടുക്കാം. கொஞ்சம் அணைச்சுக்கோ, என்ன வளைச்சுக்கோ தாராளமா. ആ മോളായിരുന്നു. ആഹാ, കൊള്ളാലെന്ന സാരിയൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടല്ലോ. താങ്ക്സ് അമ്മ. കാശി സാറും ബേബി സാറും ഇവിടെ. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ മൂക്കും തരാം. അയ്യോ വേണ്ടമ്മേ, ഞാൻ കഴിച്ചു. ആണോ? എന്നാ അകത്ത് വാ, സോഫയിലിരുന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരും. മിത്തുമോളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഏട്ടാ. ആഹാ, ഇന്ന് സാരി എടുത്ത് സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക്സ് ഏട്ടാ. എന്താണ് ഇന്ന് സാരിയില്? അത് പിന്നെ എന്റെ ഡ്രസ്സെല്ലാം കൂടി അലക്കിയിട്ടു. അപ്പൊ പിന്നെ ഞാൻ കരുതി ഇതിടാം. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. മിത്തുമൊക്കെ എന്ന് സാരി. വിധി എന്താടാ? വാ പോകാം. ഓ, പേടിച്ച് പോയല്ലോ. ആ വാ മിത്തു. ആ ഏട്ടാ വരുക. അതെ പിള്ളേരെ, ഇനി ഇത്രേ ഉള്ളേ. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ. ഏയ് പോകല്ലേ പോകല്ലേ. എന്താടി? അതൊരാള് ഹായ് പറയാൻ പറഞ്ഞിട്ട്. ആര്? അനഘ. ഞാൻ വിളിക്കുന്നത് അനൂട്ടിയാണ്. അപ്പം അനൂട്ടിക്ക് എന്റെ വക ഒരു ഹായ്. ഓ, ഇപ്പൊ നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ.